ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കുറുപ്പശ്ശേരി തറവാട്ടിലെ 4 പേരിൽ നിന്ന് കുമ്പളങ്ങി പഞ്ചായത്ത് 16-ാം വാർഡിലേക്ക് ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഷാജി കുറുപ്പശ്ശേരിയാണ്. കുമ്പളങ്ങി പഞ്ചായത്ത് 16-ാം വാർഡിൽ കുറുപ്പശ്ശേരി തറവാട്ടിൽ നിന്നുള്ള ആരെ വരിക്കുമെന്ന ചോദ്യത്തിന് വോട്ടർമാർ ഉത്തരം നൽകി. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാജി കുറുപ്പശ്ശേരിയാണ് വോട്ടർമാർ തെരഞ്ഞെടുത്തത്. പഞ്ചായത്ത് വാർഡ് എന്നറിയപ്പെടുന്ന 16-ാം വാർഡിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ കുറുപ്പശ്ശേരി തറവാട്ടിൽ നിന്നായിരുന്നു. കൂടാതെ ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും ഈ തറവാട്ടിൽ നിന്ന് ഒരാൾ മത്സരരംഗത്തുണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥിയായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മാർട്ടിൻ ആന്റണിയും, NDA സ്ഥാനാർത്ഥിയായി സാംസൺ കുറുപ്പശ്ശേരിയും, ജനാധിപത്യ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ടെൻസൻ കുറുപ്പശ്ശേരിയുമാണ് മത്സരിച്ചത്. ഇതിൽ വോട്ടർമാർ തെരഞ്ഞെടുത്തതാകട്ടെ ഷാജി കുറുപ്പശ്ശേരിയും. കുമ്പളങ്ങി പഞ്ചായത്തിലെ 16-ാം വാർഡ് പഞ്ചായത്തിൽ തന്നെ ജനശ്രദ്ധ ആകർഷിച്ചൊരു മത്സരമായിരുന്നു അവിടെ കാഴ്ചവെച്ചത്. 4 സ്ഥാനാർത്ഥികൾ ആദ്യമായിട്ട് മത്സരിച്ചൊരു വാർഡ് 16-ാം വാർഡായിരുന്നു. അതിനേക്കാൾ ഉപരി ഞങ്ങൾ കുറുപ്പശ്ശേരി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് 4 പേരും മത്സരിച്ചത്. ഒന്ന്, ഞാനിവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ഇന്നലെ വരെ കോൺഗ്രസ് ആയിട്ട് നിന്ന് പിന്നീട് LDFിലേക്ക് പോയ സ്ഥാനാർത്ഥിയായിരുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു. മൂന്നാമതൊരു സ്ഥാനാർത്ഥി അദ്ദേഹം BJPയുടെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ചത്. 4-മത്തത് LDFന്റെ തന്നെ ഒരു റിബൽ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അവിടെ മത്സരിച്ചത്. ശക്തമായ പോരാട്ടമായിരുന്നു. കുമ്പളങ്ങിയിൽ നടന്ന ഏറ്റവും വാശിയേറിയ ഒരു മത്സരം. സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വാർഡിൽ വിനിയോഗിച്ചെങ്കിലും അവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവിടെയുള്ള ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് വിജയിക്കാൻ പറ്റിയത്. ആ വാർഡിന്റെ ഒരു പ്രത്യേക സാഹചര്യം വിഭജിച്ചു പോയതിനു ശേഷം ഒരു LDFനും UDFനും ഒപ്പത്തിനൊപ്പം പോകുന്നൊരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് എൻ്റെ ജനാധിപത്യ ചേരിയിലുള്ള വോട്ടുകൾ മാത്രമല്ല, ഇടതുപക്ഷ ചേരിയിലും മറ്റു വിഭാഗങ്ങളുടെയും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എനിക്ക് വോട്ട് വീണിട്ടുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ആ വോട്ട് വീണതിന്റെ പശ്ചാത്തലത്തിൽ ആ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിലും ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിലും എനിക്കത് പ്രചോദനമാകും. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് ഞാൻ ആ വാർഡിന്റെ വികസനവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനത്തിലും വാർഡിന്റെ വികസന പ്രവർത്തനത്തിലും മുന്നോട്ട് പോകാനായിട്ട് എനിക്കത് പ്രചോദനമാകുമെന്ന് ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.